മാഹിക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മയ്യഴി മേളം സീസൺ 6 തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാഹിയിലെ പ്രിയദർശിനി യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് മയ്യഴി മേളം സീസൺ 6 തുടക്കം കുറിച്ചിരിക്കുന്നത്. മാഹി MLA രമേശ് കർമ്മത്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മറ്റു പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമുണ്ടായിരുന്നു. ഭൂമിയും സൃഷ്ടിച്ച ആരാധ്യനായിടും ജഗദീശ്വര വിദ്യാഗ്രഹം തന്നെ കാൽവച്ചിടുമ്പോൾ നിത്യം നമിക്കട്ടെ നിന്റെ പാദം, നിത്യം ഭജിക്കട്ടെ നിന്റെ നാമം. ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് മയ്യഴി മേളം സീസൺ 6 സമാരംഭം കുറിക്കുന്നു. ദീപം കൊളുത്തിക്കൊണ്ട് ഐശ്വര്യ സമ്പൂർണ്ണമായ അഭാവസമ്പൂർണ്ണമായ മഹത്തായ ഔപചാരികമായ കലയുടെ 1000 സർഗമുഖങ്ങൾ ഇതുവരെക്കുന്ന നിയമനം 2 രാപ്പകലുകൾ ആഘാതത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒപ്പം മാഹി മേഖല വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള 2025 മേളം പരിപാടി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇതുമായി സംബന്ധിച്ച് നമുക്കറിയാം, മയ്യഴിയിലെ ഏതാണ്ട് വിദ്യാലയങ്ങളിലെ 2000-ൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ വിവിധ ഇനങ്ങളിലായി മാറ്റുരക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം മാഹി മേഖലയിലെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ അത് പ്രകടിപ്പിക്കുവാനും അതിൽ വിജയികളാവുവാനുമുള്ള വലിയ ഒരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ ഇവിടെ നേരുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ മാഹി മേഖലയിൽ CBSE ഏർപ്പെടുത്തിയതിനു ശേഷം കലാമേള വീണ്ടും ആരംഭിക്കണം, വീണ്ടും നടത്തണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. അധ്യാപക സംഘടനകളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും
മാഹി മേഖലയിൽ കലാമേള യുവജനോത്സവം സ്കൂൾ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെ നടത്തണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ അത് ബന്ധപ്പെട്ട മന്ത്രിമാരോടും സെക്രട്ടറിമാരോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാഹി മേഖലയിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ കലാമേള നടത്താനുള്ള അനുമതി ലഭ്യമായ വിവരം നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് ഗവൺമെന്റ് ചോദിച്ച ഫണ്ടും ഈ വർഷം നടത്താൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മഹത്തായ ഈ പരിപാടിക്ക് ശേഷം ചിലപ്പോൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനം ജനുവരി മാസം ആദ്യവാരത്തിൽ മാഹിയിൽ ആ കലാമേള വീണ്ടും ആരംഭിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വർഷം തുടങ്ങുന്നത് എന്ന് കൂടെ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയിൽ വന്നെത്തുവാനും ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം ഏവരെയും അറിയിക്കുകയാണ്. ആത്മാർത്ഥമായ നല്ല മത്സരമുണ്ടാവട്ടെ. ഈ മത്സരത്തിൽ വിജയിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഏവരുടെയും സമ്മതത്തോടുകൂടി ഈ പരിപാടി ഞാനിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്.